ഇഞ്ചുറി പറ്റിയതോടുകൂടി തിലക് വർമ്മ ന്യൂസിലൻഡുമായിട്ടുള്ള T20 സീരീസിലെ ആദ്യം 3 മാച്ച് കളിക്കില്ല എന്ന് ഇപ്പൊ എന്തായാലും BCCI അനൗൺസ് ചെയ്തു. പരിക്ക് തിലക് വർമ്മയ്ക്കാണ് പറ്റിയതെങ്കിലും ടെൻഷൻ മൊത്തം മലയാളികൾക്കാണ്. കാരണം തിലക് വർമ്മയ്ക്ക് പകരം ഗില്ലെങ്ങാനും ടീമിൽ വരുമോ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഇപ്പം നമ്മൾ. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറഞ്ഞ് സഞ്ജു സാംസന്റെ കളി കാണാനിരിക്കുകയാണ് നമ്മളെല്ലാം. അത് പോയി കിട്ടും. എനിക്ക് തോന്നുന്നില്ല ഗില്ലിനെ അവർ എടുക്കുമെന്ന്. കാരണം പുറത്തുപോയ നമ്മുടെ തിലക് വർമ്മ ഒരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാനാണ്. അപ്പോൾ അതിന് പകരമായിട്ട് വരേണ്ടതൊന്നെങ്കിൽ ശ്രേയസ് അയ്യർ, അല്ലെങ്കിൽ നമ്മുടെ ഋതുരാജ് ഗെയ്ക്വാദുണ്ട്, നല്ല ഫോമിലാണ് T20യിൽ, അല്ലെങ്കിൽ KL രാഹുലുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരാൾ ആവാനാണ് സാധ്യത. കൂടുതൽ സാധ്യത എനിക്ക് തോന്നുന്നു ശ്രേയസ് അയ്യർ ആവാനാണ് സാധ്യത. കാരണം ODIയിൽ നമ്മുടെ വൈസ് ക്യാപ്റ്റനാണ്. T20യിലേക്ക് ഒരു തിരിച്ചുവരവും കൂടി പുള്ളി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ശ്രേയസ് അയ്യർ ആവാനാണ് സാധ്യത. അപ്പോൾ എന്തായാലും ആ അനൗൺസ്മെന്റ് വരുന്നവരെ നമുക്കൊന്ന് നോക്കാം.